നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. ഒരു തമാശയിൽ കൂടി നമുക്ക് തുടങ്ങാം. ഒരു സംഗീത് ചാനൽ പറഞ്ഞ് പാകിസ്ഥാനിൽ ന്യൂനപക്ഷ മന്ത്രിയെ പ്രകടനക്കാർ തടസ്സപ്പെടുത്തി ആക്രമിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണപ്പോൾ അവിടെ ന്യൂനപക്ഷ 2% സംഖ്യ പറഞ്ഞത്. 2% ന്യൂനപക്ഷത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടെന്ന് ഉറപ്പായില്ലേ? ഇവിടെ 20% ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരൊറ്റ MP പോലും ഉണ്ടോ? അതാണ് കടുക് ചോദിച്ച് കാണും, നാളികേരം ചോദിച്ച് കാണില്ലെന്ന്. മന്ദബുദ്ധികൾക്ക് മനസ്സിലാവില്ല അത്. അത് വേറൊരു മന്ദബുദ്ധി ചാനൽ സംഗീത് ചാനൽ പറഞ്ഞറിയോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം എന്ന് പറയുന്നുണ്ട്. അതൊരു പതിത എന്നെ കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്താണ്. അത് ബ്രാഹ്മിൻസ് അല്ലാത്ത പാർട്ടികൾ ചെയ്താൽ ദളിതുകൾക്കും ഈഴവനും നായർക്കും അന്ന് വേദം ഓതാൻ പോയിട്ട് രംഗത്ത് വരാൻ പോലും പാടില്ല. ആ സമയത്ത് ആയിരക്കണക്കിന് വർഷം മുമ്പ് എങ്ങനെ ഈ ദളിതുകൾ ഇങ്ങനെ ബ്രാഹ്മിൻസ് എതിരായിട്ട് വ്യാഖ്യാനം കൊടുത്തോണ ഒരു പുതിയ പുസ്തകം കാണിച്ചിട്ട് എന്തെങ്കിലും കോമൺ സെൻസ് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ? വീടില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ മണ്ഡത്തിൽ കാണിക്കുന്നത് നിങ്ങൾ ആ ഒരു വശം മാത്രം നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അനുകൂലമായ വശം മാത്രം. അതല്ലെങ്കിൽ തള്ളിക്കളി. സുപ്രീം കോടതി അനുകൂലം പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എതിരാണ്. അതും ശരിയില്ല. അത് പറയാൻ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കോട്ടയത്ത് ഒരു ദമ്പതിമാർ കൊലപ്പെടുത്തി. ദമ്പതിമാരെ നിങ്ങളും ഞാനും ആദ്യ കാര്യം മനസ്സിലാക്കണം. 6 അടി പൊക്കമുള്ള കുഞ്ഞീവി 5 അടി പൊക്കമുള്ള കുളികുളി തൂങ്ങി മരിച്ച പോലീസ് സ്റ്റേഷൻ നമ്മുടെ കേരളത്തിൽ മാത്രം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടാവും. ഏത് കുഞ്ഞീവിക്ക് 6 അടി പൊക്കമുണ്ട്, പൊളിമുറിക്ക് 5 അടി പൊക്കമുള്ളൂ. അവിടെ തൂങ്ങിച്ചെത്തു. ചരിത്രം പറഞ്ഞതല്ല, കഥയൊന്നുമല്ല സംഭവിക്കുന്നത്. അതുപോലെ 85 കിലോ തമിഴൻ അവന് ഇട്ടിരിക്കുന്ന ഡ്രോയറിൻ്റെ അല്ലെങ്കിൽ ഷഡിയുടെ അലാസ്റ്റിക് തൂങ്ങിച്ചെത്തു. ഇതിനൊപ്പം നടക്കും. ഇപ്പം ഞങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങളിതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഞങ്ങൾ പറയുന്നത് കോട്ടയത്ത് നടന്ന സംഭവത്തിൽ പോലീസിൻ്റെ കൈ ഉണ്ടായിരിക്കും. അത് കേരള പോലീസാണോ ഇന്ത്യൻ പോലീസാണോ അതിന് വിദേശ പോലീസാണോ എന്നറിയില്ല. കൈമിനി അവരുടെ ബുദ്ധി. കാരണം ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചിട്ട് 2017 7 വർഷമായി എന്ന് പറയുന്നത്. ആ 7 വർഷമായിട്ടും സാഹചര്യ തെളിവുകളെല്ലാം കൊലപാതകമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തോന്നാം. എന്നിട്ട് പോലും നമ്മുടെ പോലീസ് അത് ആത്മഹത്യക്ക് ചിത്രീകരിച്ചു. ആത്മഹത്യക്ക് ചിത്രീകരിച്ചു മാത്രമല്ല, അത് 7 വർഷം. ഇന്നത്തെ കോട്ടയം SP ഒരു മിസ്റ്റർ ഷാ, അദ്ദേഹം പറയാണ് ആ സംഭവത്തെക്കുറിച്ച് ആരോ ചോദിച്ചു, ഇല്ല അത് ഇതായിട്ട് ബന്ധമില്ല. എൻ്റെ കോട്ടയം SP ബന്ധമുണ്ടോ ഇല്ലെന്നല്ലല്ലോ നിങ്ങൾ പറയേണ്ടത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്നല്ലേ പറയേണ്ടത്. നിങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിജീവികൾ വിചാരിക്കരുത്. പോലീസ് ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് സ്വല്പം മനഃശാസ്ത്രം പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ബുദ്ധി കാണിക്കാം, തെറ്റില്ല. പക്ഷെ നിങ്ങൾ മാത്രമാണ് ബുദ്ധിജീവിക്കരുത്. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ഞങ്ങൾ എല്ലാ വശത്തെക്കുറിച്ച് അന്വേഷിക്കും, അതും അന്വേഷണ വിധേയമാകും എന്നല്ലേ പറയേണ്ടത്. ഇതായിട്ട് ബന്ധമില്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ തീരുമാനിച്ചു. അതാ പറയുന്നത്. ഇത് കരുതിക്കൂട്ടി കോടികളുടെ ഇടപാടാണ്, എല്ലാം പണമാണല്ലോ. കരുതിക്കൂട്ടി ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഇനി അവിടെ ജോലിക്ക് നിന്നു എന്ന് പറയുന്ന ആസാംകാരൻ, അവൻ ആരാണ് അവിടെ ജോലിക്ക് വെച്ചത്? എങ്ങനെ അവൻ അവിടെ ജോലിക്ക് വന്നു? അവന് എങ്ങനെ മൊബൈൽ ഫോൺ കട്ടെടുത്തുകൊണ്ടേ, എങ്ങനെ രൂപ കട്ടെടുത്തു, എങ്ങനെ കേസ് നടത്തി, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു, എങ്ങനെ ജയിലിലിട്ടു, എങ്ങനെ പുറത്തു വന്നു, അവന് മതിൽ ചാടി ബഹളമുണ്ടാക്കി, ആരാണ് ഇതിന് പറയുള്ളത്? കാരണം ഇത് കരുതിക്കൂട്ടി ചെയ്താണെങ്കിലോ, അത് മൈകളായുള്ള ഭാര്യയും കൂടി വന്നോണ്ട ജോലിക്ക്. ഭാര്യ കുറച്ച് പോയി തുറന്നത്. പട്ടിക്കെല്ലാം
പിന്നെ എന്തോ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് അബോധാവസ്ഥയിലാണ് ചത്തിലവൻ. തന്നെയല്ല, അവിടെ ക്യാമറയുടെ മെയിൻ സെറ്റ് എടുത്തുകൊണ്ടേക്കാണ്. അപ്പോൾ വളരെ ആസൂത്രിതമല്ലേ? ഒരു ആസാമിൽ നിന്ന് വന്ന ഒരു തൊഴിലാളി, അതും 55 വയസ്സിലെന്നാണ്, ഒരു തൊഴിലാളിക്ക് ഇത്രയും സങ്കീർണമായ രീതിയിൽ ഇത്രയും സുരക്ഷിതമായിട്ട് സ്ഥലത്തൊക്കെ വന്ന് ഈസിയായിട്ട് 2 പേരെ വെട്ടിക്കൊന്ന് തലയൊക്കെ തകർത്ത് കളഞ്ഞ് നഗ്നനായ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരൊറ്റയും കൂടി സാധിക്കുമോ? 2-3 സംഭവങ്ങൾ നമ്മൾ ഓർമ്മ വരാണ്. ഒന്ന്, ആലുവയിൽ ഒരു സ്വർണ്ണക്കാട് മഹാറാണി ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയുടെ വീട്ടിലേക്ക് കൊന്നു 5-6 പേരെയാണ് ഒരുത്തൻ കൊന്നുകൊണ്ട്. അതും ഇതുപോലെ കോടാലി ഉപയോഗിച്ചോണ്ട്. അവസാനം അവനല്ലെന്നുള്ള ഇതിൽ വന്ന് അവന് ജയിലിലിട്ട് അവസാനം തൂക്കിക്കൊന്നില്ല മാത്രമേ ഉള്ളൂ. അതൊരു സംഭവം. മറ്റു ജിഷ കേസ് പെരുമ്പാവൂർ, ഇതുപോലെ ഇലക്ഷന് 1 വർഷം ഉള്ളപ്പോഴാണ് ജിഷ കേസ് വന്നതും. അതിന് ഈ 6 വയസ്സുകാരി 6 അടി പൊക്കമുള്ള കുഞ്ഞിവീടായിട്ട് പറഞ്ഞല്ലേ 10 ഇഞ്ചാട്ട് പിന്നെ ചെരുപ്പാണ് അവന് ഇട്ടിരിക്കുന്നത്. അവൻ്റെ കാലിൽ വണ്ണം 6 ഇഞ്ചുള്ളൂ നീളം. അതുപോലെ അവനോട് അറിയില്ല എന്ന് തലകറി വീഴുന്നൊക്കെ പറഞ്ഞ് രക്തം കണ്ട അവനിപ്പോൾ കുറ്റവാളിയായിട്ട് തൂക്കി കൊല്ലം വീഴ്ചക്കാൻ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസ് ഈ നിലക്കാണ് നമ്മുടെ പോലീസ് സന്നാഹവും മിഷറി ചലിപ്പിക്കുന്നെങ്കിൽ ആർക്കവിടെ സുരക്ഷിതം? അത് പണമുള്ളവർ, രാഷ്ട്രീയക്കാരായാലും ബിസിനസ്സായാലും ഉദ്യോഗസ്ഥരായാലും പോലീസുകാരായാലും പണമുള്ളവർ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള കേസിലേക്ക് കുറ്റവാളികളെ കണ്ടുപിടിച്ച് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നിങ്ങളൊന്നും വീട്ടിൽ സുരക്ഷയില്ല. പണമുള്ളവൻ്റെ കാര്യം പറഞ്ഞാൽ പണമില്ലാത്തവരെ ആർക്ക് വേണം? അത് സുരക്ഷിതമല്ല. അപ്പോൾ പണമുള്ളവർ, രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ്സുകാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ ആരായിരുന്നാലും നിങ്ങളുടെ കേസിൽ ആത്മാർത്ഥമായി സഹകരിച്ച് കുറ്റവാളികളെ അകത്താക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവനം സുരക്ഷിതമല്ല. അതാണ് കാണുന്നത്. ജിഷ കേസ് എത്ര വിരോധാഭാസമായ രീതിയിലാണ് ആ സംഭവം നടന്നത്. കൃത്രിമമായി തെളിവുണ്ടാക്കി നമുക്ക് മരിച്ചിട്ട് 2-3 ദിവസമായിരുന്നാണ് പറഞ്ഞത്. അത് ഓരോ സംഭവം ഇത് ചെയ്യണമെങ്കിൽ ഞാൻ കോട്ടയം SP പറയാണ്. SP പറയേണ്ട മര്യാദ ഉത്തരവാദിത്തമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നൊരു ഭംഗ്യം തേണമെങ്കിൽ വാക്ക് പറയാൻ പാടില്ലേ? അത് പറയാതെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടിവിയിൽ. അത് പറയാം അദ്ദേഹം പറഞ്ഞല്ലോ അത് ഇതായിട്ടൊരു ബന്ധമില്ലെന്ന്. മുൻകൂർ വിധിയാണ്. വേണ്ട സാർ, ഇത് ശബ്ദം കേൾക്കുന്ന മുഴുവൻ വ്യക്തികളും നിങ്ങൾ മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. കുറേ നാളുകളായിട്ട് കേരളത്തിൽ ആത്മഹത്യ എന്ന കൊലപാതകം, പട്ടിയെ ഇത്രേക്കാൾ ഗൗരവമുണ്ട്. പട്ടി തല്ലി കൊന്നാൽ വെറുതെ കൊല്ലാണ് ആത്മഹത്യ, അല്ലെങ്കിൽ തല്ലിക്കൊല്ല. തമാശക്ക് ജീവനിട്ട് കളിക്കുന്നത്. ഒരു ഗവൺമെൻറ് ഉണ്ടോ? ഈ കേന്ദ്രത്തിലുണ്ടോ സ്റ്റേറ്റിലുണ്ടോ? 2 ഗവൺമെൻറ്റും. സാധനങ്ങളുടെ വില വർധനവ്. നമ്മൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഞാൻ സാധാരണക്കാരാ പറയാണ്, സാധാരണ ഒരു 10 രൂപ കൊടുത്താൽ ഒരു ഉണ്ടമ്പരി കിട്ടും. ഉണ്ടമ്പരി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4-5 കടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉണ്ടമ്പരി വാങ്ങിച്ചാൽ 2 കടിച്ച് 3ാമത്തെ കടിയാകുമ്പോൾ കൈവല്ലേക്ക് കൊള്ളും. അതുകൊണ്ട് അവർ ക്ലിപ്പിട്ടാണ് ഇപ്പോൾ ഷെൽഫ് ചെയ്തെടുക്കുന്നത്. എല്ലാവരും അണുക്കൾ വരായി, അതെല്ലാം കൈകളിൽ എടുക്കാൻ പറ്റില്ല, ചെറുതായി. അപ്പോൾ സാധനങ്ങളുടെ വലിപ്പം തീരെ കുറച്ച്, ഇനി വലിപ്പം കുറക്കാനില്ല. വിലയാളിൽ കൂട്ടി, ഇനി കൂട്ടാനില്ല. അങ്ങനെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രം, തൊഴിലില്ലായ്മ, സാധനങ്ങൾ വില വർധനവ്, ഭക്ഷ്യസാധനങ്ങളൊക്കെ ആണ് ലോപിച്ച് ഒട്ടുമില്ലാതെ. ഈ നമ്മുടെ ഗവൺമെൻറ് എന്ത് ശ്രദ്ധിക്കുന്നു? ഈ ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ പറഞ്ഞത് എത്ര രൂപ അനാവശ്യ ചിലവാക്കുന്നത്. പ്രതിമകൾക്കൊക്കെ ആയിട്ട് എത്ര 1000 കോടിയാണ് ചിലവാക്കുന്നത്. ഇതൊക്കെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്താണെങ്കിൽ വലിയ ഹൈവേ ഉണ്ടാക്കി, നല്ലത് തന്നെ. ഹൈവേ ഉണ്ടാക്കി നമ്മുടെ ദാരിദ്ര്യം മാറുമോ? ഈ TH മുസ്തഫ സാഹിബ് അദ്ദേഹം മരിച്ച് കുന്നത്താട് MLA ചെയ്ത്. അപ്പോൾ ഏതൊരു മഹാൻ പറഞ്ഞ് TH മുസ്തഫ സാഹിബിന് കുന്നത്താടിൽ ടാർ ചെയ്യാത്ത ഒറ്റ റോഡുമില്ലാന്ന്. അപ്പോൾ വേറെ വില്ലൻ പറഞ്ഞോ അത്രയും കൂടുതൽ കമ്മീഷൻ വാങ്ങിക്കിട്ട്. അതുപോലെ ഈ ട്രിവാൻഡ്രത്ത് വടക്കേരിക്കുള്ള റോഡ് 6 വരി പാതയാക്കി മുന്നോട്ട് പോകുമ്പോൾ എന്തൊരു ഘോഷമായിട്ടാണ് ഞാനത്. എന്താണ് കാരണം? വിഴിഞ്ഞം തുറമുഖത്തിറങ്ങുന്ന കണ്ടെയ്നറേ 25,000-30,000 കണ്ടെയ്നറൊക്കെ ഉണ്ട് കപ്പൽ വരുന്നത്. അത് ഒരു ലോറിയിൽ ഒരു കണ്ടെയ്നർ കയറുള്ളൂ. ഇതൊക്കെ സാധനങ്ങൾ എത്തിക്കണ്ടേ? അപ്പോൾ റോഡില്ലെങ്കിൽ അവർ കയറെടുക്കുമോ? അതുകൂടി പുറകിലുണ്ട്. എങ്കിലും റോഡ് വരുന്നത് നല്ലത് തന്നെ. പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങളും അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടോ?
വെറുതെ പട്ടി കൊല്ലും പോലെ കൊല്ലുക, ചാവുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ഇതാണ് എത്ര നാളെ തുടങ്ങിയിട്ട്. ഏതെങ്കിലും കേസ് വ്യക്തമായ രീതിയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇതിൽ പുള്ളിയെ പിടിച്ച കേസ് എത്രയുണ്ട്? വളരെ അപൂർവമുള്ളൂ. ബാക്കി പ്രമാദമായ കേസൊന്നും പിടിച്ചില്ല. നമ്മൾ ജിഷ കേസ്, ആലുവയിലെ കേസ്, ഇപ്പോഴത്തെ ഈ കേസ് മകൻ മരിച്ച ദുഃഖം അന്വേഷിക്കാൻ പറഞ്ഞ് CBI ഓർഡർ ഇട്ടിട്ട് അതേ 21-ാം തീയതി, ഇന്നലെ 22 ഇന്നലെ 21 ഓർഡർ ഇട്ട് കൃത്യം 1 മാസത്തിന് അന്നാണ് മുഴുവൻ തെളിവ് നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അപ്ലിക്കൻ്റെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ പൊള്ളകളിയാന്ന് വിചാരിക്കാൻ പറ്റുമോ? അത് കോടികളുടെ ഇടപാടുണ്ട്, 1-2 രൂപയല്ല. അതിൽ നിന്ന് വീടിന് 3-4 കോടിയുണ്ട്. പിന്നെ ഇന്ദ്രപ്രസ്ഥ ലോഡ്ജ് അങ്ങനെയൊക്കെ ഒരുപറ്റി ബിസിനസ്സുള്ള ആളാണ്. മകൾ അമേരിക്കയിലാണ്, ഒരു മകന് ട്രിവാൻഡ്രത്ത് കമ്പനി ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ 2017 കോട്ടയത്ത് അത് ചിലത് തെറ്റുപറ്റിയിട്ടുണ്ട്. കോട്ടയം റെയിൽവേ ലൈനിലല്ല, അവിടുന്ന് മാറിയാണ്. ഇരുത്തായിരുന്നു പറഞ്ഞത്, കിടക്കല്ലായിരുന്നു. അത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞില്ലേ, അത്രയും മാരകമായി രക്തം ഒഴുകിയ ഒരാൾക്ക് 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റില്ല. വന്നവിടെ ഇരുത്തിയതുപോലെ കാണുന്നത്. അതോ ഞാൻ ആത്മഹത്യയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അതിൻ്റെ കാരണം എന്ത്? അതിന് പ്രോത്സാഹിപ്പിച്ച ആരാണ്? അത് നോക്കണ്ടേ? എന്തെങ്കിലും കാരണമില്ല ഒരാൾ ആത്മഹത്യ ചെയ്യോ? ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ വ്യക്തമായ കാരണം ഉണ്ടായിരിക്കണം. ആ കാരണത്തിന് അല്ലെങ്കിൽ അത് ഉത്തരവാദി ആരാണ്, ഏത് ടീമാണ്, അതൊക്കെ പോലീസ് അന്വേഷിക്കണ്ടല്ലേ? അങ്ങനെ എല്ലാ നിലയ്ക്കും അന്വേഷണം ഇതല്ല. ഞാൻ ചോദിക്കട്ടെ, ചില ജഡ്ജിമാർ, ചില പോലീസ് ഓഫീസേഴ്സ്, ചില പട്ടാള ഉദ്യോഗസ്ഥന്മാർ, പിന്നെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ഇതെവിടേക്കെല്ലാം മണികൾ കോടികളിൽ ലോഡ്ജൊക്കെ വാങ്ങുന്നുണ്ട്. എവിടുന്ന് ഈ പണം? 2-3 ലക്ഷം രൂപ ശമ്പളം, അല്ലെങ്കിൽ 1-1.5 ലക്ഷം ശമ്പളം, 1.5 ലക്ഷം ശമ്പളം കിട്ടി അവൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ അത് തീർന്നു പോകും. ജീവിക്ക് അത്ര രൂപ വേണം. പിന്നെ എങ്ങനെയാണ് ഈ കോടികളുടെ സമ്പാദ്യം? പല ജഡ്ജിമാർക്കൊക്കെ കോടികളിൽ ലോഡ്ജുകളുണ്ട്, ഉയർന്ന പോലീസ് ഓഫീസേഴ്സുണ്ട്, പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്ന സീനിയർ ഓഫീസേഴ്സുണ്ട്, ബംഗ്ലാവുകളും മറ്റ് ലോഡ്ജുകളും മറ്റ് റിസോർട്ടൊക്കെ. രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? ഇങ്ങനെ ഇല്ലീഗലായിട്ട് നേടുന്ന പണം ഉപയോഗിച്ചാണ് ഇവർ സമ്പാദിക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും നിരാശനായി മരിക്കല്ലാതെ ആയുഷത്തിൽ മരിക്കുന്നുണ്ടോ? ലോകത്ത് ചരിത്രം പഠിച്ച് ഇതേവരെ സമ്പന്നനോ രാജാക്കന്മാരോ അല്ലെങ്കിൽ വലിയ ഉന്നത രാഷ്ട്രീയക്കാരൊന്നും ആയുഷത്തിൽ മരിക്കാറില്ല. അതിനിടയ്ക്ക് കൊന്നുകളയോ കൊലപ്പെടുത്തുകയോ ചെയ്യണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. അതിൻ്റെ കാരണം ആ ശാപമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവരവരുടെ സുഖസൗകര്യത്തിന് വേണ്ടി കോടികൾ മുടക്കാണ്. ഇതെന്ത് നീതിയാണ്? ഇതെന്ത് തത്വമാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ഇപ്പം നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് ആണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ നിലമ്പൂർ ഇലക്ഷൻ ഞാൻ പറഞ്ഞ് അൻവറിൻ്റെ കാര്യം. അൻവർ ചെയ്യേണ്ടിരുന്നത് ഇല്ലത്ത് ഇറങ്ങിയാൽ അമ്മാനത്ത് എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അമ്മാനത്ത് എത്താൻ നോക്കിയില്ല. അതൊന്നും അമ്മാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ LDF പോകുന്നെങ്കിൽ UDF ചേർന്ന് ഞാൻ വീണ്ടും ഈ സുധാകരനോട് സതീഷിനൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അൻവർ വന്ന് ഇപ്പോൾ അൻവറിനെ സ്വീകരിക്കേണ്ട ഘട്ടമാണ്. ഏത് ഘട്ടം എന്ത് കൊടുത്താലും നിലമ്പൂർ ജയിപ്പിക്കുക എന്നുള്ളത് UDFൻ്റെ ആവശ്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മര്യാദക്ക് സംസാരിച്ച് അയാളെ കൈയോടെ മുന്നണി ചേർക്കുക. മുന്നണിയിൽ വെച്ചാൽ ഈ കോൺഗ്രസോ അല്ലെങ്കിൽ ലീഗിലോ അല്ലെങ്കിൽ മുന്നണിയുടെ കക്ഷിയാക്കി നിർത്തുക. അയാൾ തന്നെ സ്വന്തമായിട്ട് മത്സരിക്കണം. ഞങ്ങൾ മിനിയാന്ന് പറഞ്ഞ് ഇതിപ്പോൾ നാളെ ബുധനാഴ്ച, നാളെയാണ് അൻവറായിട്ട് KPC ഓഫീസിൽ സംസാരിക്കുക. അത് മാറ്റിവെച്ച് ഇനി എത്ര ദിവസമുണ്ട്? എപ്പോൾ വേണമെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാം. അപ്പോൾ എന്താണ് ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത്? പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റ് സതീശൻ, പിന്നെ സുധാകരൻ ചെയ്യേണ്ടത്, അങ്ങനെ ഒരാൾ ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ തന്നെ അയാളെ കൂടെ നിർത്തിയിട്ട് നമ്മുടെ വളയത്തിലാക്കേണ്ടിയിരുന്നത് അതാക്കിയില്ല. അപ്പോൾ അവിടെ ചില വ്യക്തിവൈരാഗ്യം, നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർന്നു വരുമ്പോഴേക്കും രാജ്യം ഇല്ലാതെ വരും, പാർട്ടി ഇല്ലാതെ വരും.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് വ്യക്തിപരമായിരിക്കും. ഞാൻ പറഞ്ഞ അന്ന് പ്രിയങ്ക ആരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക? ഹൂയിസ് രാഹുൽ ഗാന്ധി? ഞാൻ മമതാ ബാനർജിയുടെ മുൻപിൽ രാഹുൽ ആര്, പ്രിയങ്ക ആര്? ആ പ്രിയങ്ക ഇന്ന് പ്രസ്താവന നിൽക്കുകയാണ്, അങ്ങനെ മമതയെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നോ അത് കൂടെ നിർത്തണമെന്നോ ഒക്കെ ഒരു തെറ്റായ ഒരു പത്ത് വന്നിരിക്കും. പ്രിയങ്ക ഗാന്ധി പിന്നെ ഇന്ത്യയിലെ മമതാ ബാനർജി പോലുള്ള രാഷ്ട്രീയ പക്വതയുള്ള രാഷ്ട്രീയ വീക്ഷണമുള്ള വർഷങ്ങളോളം മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു നേതാവിൻ്റെ മുമ്പിൽ പ്രിയങ്ക ഗാന്ധി ആര്? ഇവൻ രാഹുൽ ഗാന്ധി ആര്? ഇവരൊക്കെ വെച്ചോണാണോ? അതായത് എല്ലാവരും കൂടെ നിർത്തിയാൽ പോലും ഭരണം പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു കാലത്ത് അവരും കൊള്ളില്ല. പണ്ടൊരാൾ ഇലക്ഷൻ മത്സരിച്ച്, അപ്പോൾ അയാൾ ആ പന്നികളുടെ വോട്ട് നമുക്ക് വേണ്ട, ആ കുട്ടികളുടെ വോട്ട് നമുക്ക് വേണ്ട, ആ നാടുകളുടെ വോട്ട് വേണ്ട, ആ കത്തികളുടെ വോട്ട് വേണ്ട. ഇവിടെ പിന്നെ ആര് വോട്ടാണ് വേണ്ടത്? പിന്നെ എവിടെ കിട്ടുന്നത്? മമത ബാനർജിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസലിരുത്താൻ വേണ്ടി സോണിയാഗാന്ധി ഗ്രൂപ്പ് കളിച്ച കളിയാണ് ഈ പ്രബലപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ പാർട്ടി പുറത്താക്കിയത്. അതിലൊന്നാണ് മമതാ ബാനർജി. ഹേമാനജിബത്തുള്ള ആരാണ്? അബുൽ കലാം ആസാദിന്റെ പേരക്കിടാവാണ്. എത്ര രാഷ്ട്രീയ പാരമ്പര്യമാണ്, എത്ര ബുദ്ധി രാഷ്ട്രീയമാണ്, ലോക ഫിലോസഫിസ്റ്റാണ് മൗലാന അബുൽ കലാം ആസാദൊക്കെ. അവരൊക്കെ സ്വീകരിച്ചും പോരുക എന്ന് പറഞ്ഞാണ് സോണിയാഗാന്ധി പുറത്താക്കിയത്, മമത പുറത്താക്കിയത്. അങ്ങനെ എത്ര കോൺഗ്രസ് നേതാക്കളെ ഈ രാഹുൽ വരുമ്പോൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് മറ്റേ മുഖർജിയെ പ്രസിഡന്റ് ആക്കിയത്. മുഖർജിയെ പ്രസിഡന്റ് ആക്കിയത് പ്രധാനമന്ത്രി ആക്കുകയും മൻമോഹൻ സിംഗിനെ പ്രസിഡന്റ് ആക്കിയതെങ്കിൽ ഇന്നും കോൺഗ്രസ് ഭരണ നിലയിൽ തന്നെ. അത് ചെയ്തില്ല. കാരണം മുഖർജിക്ക് വ്യക്തിത്വമുണ്ട്. അപ്പോൾ എൻ്റെ മോൻ അങ്ങോട്ട് വരുമ്പോൾ ഇതൊന്നും തടസ്സം പാടില്ല എന്ന് വെച്ചിട്ട് ഇതൊക്കെ സോണിയാഗാന്ധി അല്ല ചെയ്തത്. അവർക്കതിനുള്ള കഴിവൊന്നുമില്ല. അവരെ ഗ്രൂപ്പ്, അവരെ കയ്യിലെടുക്കുന്ന ഒരു ഗ്രൂപ്പ് കോക്കസ്. ഇപ്പം എന്തു പറ്റി? ഒന്നും ഇല്ലാതെ ഇല്ലേ? ഇന്നുമില്ല, 10 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പോഴും മമതയും നിതീഷ് കുമാറിനൊക്കെ മുന്നണി ചേർക്കാതെ ഈ വയസ്സും കാർന്ന ഒരു ഗാർഗിലിനെ കണ്ടുകൊണ്ടൊക്കെ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്താൽ പറ്റുമോ? അന്ന് നിതീഷ് കുമാർ വന്നപ്പോൾ അയാളെ കൺവീൻഡ് ആക്കിയാൽ എന്ത് സ്ഥാനം നിർത്തണ്ടില്ലേ? ഒന്നുമില്ലാത്ത വെറും ഒരു ആദിവാസി സ്ത്രീയെ BJPക്ക് പ്രസിഡന്റ് ആക്കാമെങ്കിൽ അവരത് കളിച്ച് റബ്ബർ സ്റ്റാമ്പ് ആക്കണം. പ്രസിഡന്റ് ആക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ നിതീഷ് കുമാർ വന്നപ്പോൾ നിതീഷ് കുമാറിനെ മുന്നണിയിൽ എടുത്തില്ല? മുന്നണിയിലെടുത്ത് അപ്പം തന്നെ സ്ഥാനം കൊടുത്ത് ഫിക്സ് ചെയ്യണ്ടേ? കാരണം സർവ്വ ആൾക്കാരും യോജിച്ചിരുന്നാൽ പോലും BJP താഴെ എടുക്കാൻ പറ്റില്ല. അത്ര സന്നാഹമാണ്. അവർ ചെയ്യുന്നത് തെറ്റാൽ ശരി, അവരൊക്കെ ഉറച്ചു നിൽക്കും. ഇപ്പം കേരള പോലീസിൽ, കേരള ഗവൺമെൻറ്റിൽ പിണറായിയുടെ ഭരിക്കത്തെങ്കിലും സംഘപരിവാർ നിയന്ത്രിക്കുന്നതല്ല BJP അല്ല. BJPക്ക് വലിയ ചാൻസ് ഇല്ല. സംഘപരിവാർ വേറെ, BJP വേറെ. സംഘപരിവാറാണ് കേരള പോലീസ് ഉൾപ്പെടെ കേരള മന്ത്രിസഭ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ആ ദിവ്യ അയ്യരെന്ന് ബ്രാഹ്മൺ സ്ത്രീയില്ലേ, അവർ LDF സ്ഥാനാർത്ഥിയാക്കി LDF ഭരണം കിട്ടിയാലും മന്ത്രിയാക്കാൻ പറയാം. എന്നുവെച്ചാൽ എന്താ പട്ട് ആരും മന്ത്രിമാരല്ല. ശരിയാണ്. കഴിഞ്ഞ ഒരാൾ 1-2 പേരുണ്ടായിരുന്നു സ്വാമി, അത് ഇനിയിപ്പോൾ ആരുമില്ല. അവർ മന്ത്രി ഇരിക്കട്ടെ, തെറ്റൊന്നുമില്ല. അവരങ്ങനെ ചിന്തിക്കുകയാണ്, അത് കരുക്കൾ നീക്കുകയാണ്. ഇവിടെ കോൺഗ്രസോ നിലമ്പൂർ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തിച്ച്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കൊന്നും അർഹതപ്പെട്ട് കിട്ടിയതല്ല, അനർഹമായിട്ട് കിട്ടിയ അധികാരമാണ് ഈ പറഞ്ഞ KPC പ്രസിഡന്റ് സ്ഥാനവും ഈ പറഞ്ഞ പ്രതിപക്ഷ സ്ഥാനമൊക്കെ. അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിന് അർഹത എങ്ങനെയാണ് സതീശൻ വരുന്നത്? ജാതിയുമായി ചിന്തിച്ച് നോക്കാം. ഞാൻ അത് തന്നെ പറയുകയാണ്. ഇനി ഇലക്ഷൻ കഴിഞ്ഞില്ല എന്നറിയോ? 9% ആകെ ഉള്ളത് നിങ്ങൾ നായർ വിഭാഗം കേരളത്തിൽ. അത് 50% കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ തവണ വലുതാണെങ്കിൽ 70% BJPക്ക് വോട്ട് ചെയ്യും. 2026 പഞ്ചായത്ത് ഇലക്ഷൻ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു, അത് വേറെ രീതിയാണ്. അപ്പം ബാക്കി എത്ര പേരുണ്ട്? ആകെ 100 പേര് വോട്ട് ചെയ്യുമ്പോൾ ഒരാൾ 110 വോട്ട് ചെയ്യുമ്പോഴാണ് ഒരാൾ കിട്ടുള്ളൂ UDFന്. കോൺഗ്രസിന് ചാൻസ് ഉള്ളൂ. അതിൽ 70% പോയി പിന്നെ എത്ര കിട്ടും? 100 ആൾ വോട്ട് ചെയ്താൽ ഏതാണ്ട് 300 പേര് വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു നായർ UDFിൽ വരുന്നത്. മനസ്സിലാക്കുന്ന സതീശൻ 300 പേര് വോട്ട് ചെയ്യുമ്പോഴാണ് ഒരാൾ കിട്ടുന്നത്. ഇത് ഏതുപോലെ ഞാൻ ഒന്നും കൃത്യമായിട്ട് പറയുന്നത് മനസ്സിലാവില്ല. 9% ആകെ ഉള്ളത്.
അപ്പോൾ 100 പേര് വോട്ട് ചെയ്യുമ്പോൾ 9 വോട്ട് കിട്ടണം. ആ 9 വോട്ടിൽ 7 വോട്ടും ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ BJPക്ക് പോകും. ബാക്കി ഇവിടെ എത്രയുണ്ട്? 2 വോട്ടുള്ളൂ. ഈ 2 വോട്ട് എന്ന് പറയുമ്പോൾ 100-ൽ 2 50 പേര് ചെയ്താൽ 1 വോട്ടാണ് കിട്ടാൻ സാധ്യമുള്ളൂ. അല്ല 300 അല്ല, അത് തെറ്റാണ്. 50 പേര് ചെയ്താൽ 1 വോട്ട് കിട്ടാൻ സാധ്യമുള്ളൂ. അതുപോലെ ഈ ഈഴവാസിൽ 80 പോലെ 90% പേരും LDFനാണ് വരുന്നത് ഇത്തവണ ഈ 2026. കാരണം പിണറായി വീണ്ടും മൂന്നാമത് മുഖ്യമന്ത്രി ആവുന്നൊരു ധാര വന്നുകൊണ്ട് വെള്ളപ്പള്ളിയൊക്കെ വന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ സുധാകരനും ഈ KC പിന്നെ മുല്ലപ്പള്ളിയൊക്കെ നിന്നിട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? 50% ഈഴ വോട്ട് പിടിക്കണം എങ്കിൽ അവർക്ക് മന്ത്രിയാകാൻ അല്ലെങ്കിൽ അർഹതയുള്ളൂ. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഈഴ നേതാവാണ്, കഴിവുള്ള നേതാവാണ് അടൂർ പ്രകാശ്. സമയത്തില്ല, പണമുണ്ട്. അതിന് KPC പ്രസിഡന്റ് കാലത്ത് സുധീരൻ എന്ന് പറയുമോ, അത് അബ്കാരി ബിസിനസ്സുകാരെ വേണ്ടത് ശരിയാണ്. ആദ്യത്തെ പറഞ്ഞ ന്യായമാണ്, തെറ്റൊന്നും പറയില്ല. പക്ഷെ ഈ പുള്ളി ഒരു ഇലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ കുറേ ഈഴവർ വോട്ട് പിടിക്കും എന്നല്ലാതെ മൊത്തത്തിൽ 50% വോട്ട് ഈഴവർ പിടിക്കാൻ പറ്റുമോ? അവർക്ക് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കുക. അടൂർ പ്രകാശ് എങ്ങനെയാണ് നിങ്ങൾ വലിയ നേതാവായിട്ട് പറഞ്ഞത്? ആറ്റിങ്ങൽ മത്സരിച്ചു, വരുമ്പോൾ ജയിക്കാനുള്ള വോട്ട് അവിടെ വാങ്ങിച്ചു, പല കാരണമുണ്ട്. വിലക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ എന്ത് ചെയ്തു? അതെല്ലാം മൊത്തം ഈഴവരിൽ 50% വോട്ടെങ്കിലും KPCCയുടെ ഭാരവാഹി എന്ന നിലയിലേക്ക് വാങ്ങിച്ചെടുക്കണം. ഈ സുധാകരനും മറ്റേ VP സുധീരനും മറ്റേ അടൂർ പ്രകാശും മുല്ലപ്പള്ളിയൊക്കെ എങ്കിലൊരു സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു എന്താണ് നമ്മുടെ ഇതാക്കും. ട്രിവാൻഡ്രത്തെ നേതാവുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ മുസ്ലിം നേതാവ് ആ പുള്ളിക്ക് സമുദായത്തിൽ വലിയ ഉണ്ടായില്ല. സമുദായത്തിൽ പുള്ളി ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അമ്പല ചീത്താൻ നിങ്ങൾ ആദ്യമായിട്ട് ഞാനാണെങ്കിൽ ഈവൻ മൊയ്തീൻ ഷാണി പോലും സമുദായത്തിൽ സ്ഥാനം പോകണം എങ്കിലേ നിലനിൽപ്പുള്ളൂ. ഇത് ഫ്രേസ് അല്ലെങ്കിൽ ഇത് ഫിലോസഫിയാണ്, തത്വജ്ഞാനേ പറഞ്ഞത്. സമനവൻ്റെ സമുദായത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ അവൻ നിലനിൽപ്പുള്ളൂ. ഇനി വികസിക്കണമെങ്കിലോ അല്ലെങ്കിൽ വളരണമെങ്കിലോ സമൂഹത്തിൽ സ്ഥാനം വേണം. സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാ ജാതി വരുന്നതാണ്, ഒരു ജാതി മാത്രമല്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞാൽ സമുദായത്തിൽ അവൻ ജനിച്ചോളിന് സമുദായം. ഇപ്പോൾ പാസിൽ മുസ്ലിമേ അല്ലായതല്ല എങ്കിലും മുസ്ലിമിൻ്റെ ബാധിച്ചതാ എങ്കിലും വോട്ട് കിട്ടുള്ളൂ. ഇന്ത്യക്ക് ഒരു മതം ഉണ്ടായില്ല, എന്നാൽ നെഹ്റു ഒക്കെ വയസ്സ് അവർക്ക് വോട്ട് കിട്ടണം. അതുപോലെ നമ്മുടെ കോൺഗ്രസ് നേതാവല്ല, ഏത് നേതാവല്ല, അവനവൻ്റെ ജനിച്ചു വളർന്ന സമുദായത്തിൽ മതത്തിൽ വേരുണ്ടെങ്കിൽ മാത്രമേ അവൻ നിലനിൽപ്പുള്ളൂ. ഇനി അവർ വളർന്ന് പന്തലിക്കണമെങ്കിൽ സമൂഹത്തിൽ വേര് വേണം. സമൂഹം ഇനിമേ എല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. അതാണ് സംഗതി. അതില്ലാതെ അതുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, അതുകൊണ്ട് ഇത് വലിയൊരു ഫിലോസഫിയാണ് ഈ പറയുന്നത്. നിങ്ങൾ 4 കോൺഗ്രസ് അല്ലേ പറഞ്ഞത്? വലിയ മോസ്റ്റ് മോഡേൺ ഫിലോസഫിയാണ് പറഞ്ഞത്. എന്താണത്? ഈഴ വിഭാഗത്തിൽ 70 മുതൽ 90% പേരും പോകുന്ന LDFനാണ് വോട്ട്. അത് കുറച്ച് കാലങ്ങളായി. ഒരിക്കൽ ശങ്കർ മുഖ്യമന്ത്രിയായി, അത് ഈഴവനെ വോട്ട് കിട്ടിയിട്ടില്ല. അത് അന്നത്തെ രീതിയിലാണ്. അന്ന് ദളിതും കോൺഗ്രസ്സൊക്കെ മുസ്ലിങ്ങളൊക്കെ കോൺഗ്രസ്സിലായിരുന്നു. അതിനുശേഷം 25% പറഞ്ഞാൽ 21% വന്ന ഈഴ വിഭാഗത്തിൽ എത്ര വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ UDF കിട്ടുന്നുണ്ട്? നിങ്ങൾ കണക്ക് പറയണം. കിട്ടുന്നില്ല, നിങ്ങളിൽ ഉത്തരവാദിയല്ലേ, ആ നേതാക്കൾ ഉത്തരവാദിയല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ അവനവൻ്റെ സമുദായത്തിൽ പ്രവർത്തിച്ച് അവരുടെ വോട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഉറപ്പാക്കണം. എങ്കിലേ മുഖ്യമന്ത്രി മന്ത്രിയായിട്ടും MLA ആയിട്ടും MP ആയിട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാതെ നടക്കൂല. അതുണ്ടോ? അതുപോലെ നായർ വിഭാഗം ഞാൻ ഇന്നലെ വീണ്ടും പറഞ്ഞു, എൻ്റെ ഈ സംഭാഷണങ്ങൾക്ക് ഓരോരുത്തരും അത്ഭുതപ്പെട്ട് ചോദിക്കട്ടു, ഷാ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണല്ലോ, ഇത് ഞങ്ങൾക്ക് ചിന്തയിൽ വന്നില്ല, ഇത് എൻ്റെ ബുദ്ധിയല്ലെന്ന്. ഞാനൊരു മണ്ടൻ, ഞങ്ങളുടെ ഗ്യാങ്ങുണ്ട്, ഗ്രൂപ്പ്, മിടുക്കന്മാരായ സമർത്ഥരായ, യാതൊരു താല്പര്യമില്ലാതെ നീതി മാത്രം, വോയിസ് ഓഫ് ജസ്റ്റിസ്, നീതിക്ക് മാത്രം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുണ്ട്. അവരാണ് പറയുന്നത്. ശരിയല്ലേ? ആകെ 9% കേരളത്തിൽ നായർ വിഭാഗം. അതിൽ 50% കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ 20% വോട്ട് BJPക്കാരന് കിട്ടും. ദളിതിന് കാര്യമായി വോട്ട് കിട്ടുന്നില്ല.
പിന്നെ ഈഴവ വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി. അത് ഈ BJP സ്നേഹമോടില്ല, അത് ഇപ്പോഴത്തെ കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റോടുള്ള വൈരാഗ്യം നിർത്താണ്. മുസ്ലിങ്ങൾ ഒറ്റ വോട്ട് കിട്ടില്ല, ക്രിസ്ത്യാനും വളരെ കുറച്ച് വോട്ടുള്ളൂ. പിന്നെ 20% വോട്ട് ഇങ്ങനെ കിട്ടി. കണക്ക് പറയണം നിങ്ങൾ. ഇതൊന്നും ഒരു കോൺഗ്രസ് നേതാവ് നിങ്ങളോട് ചോദിക്കില്ല. കാരണം അവന് എങ്ങനെയെങ്കിലും നിന്നൊരു സ്ഥാനം കിട്ടുക, MLA ആവണം, കഴിയുമെങ്കിൽ ഒരു മന്ത്രിയാവണം. അത് കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിയായാൽ പിന്നെ സന്തോഷമായി. അതിൽ കവിഞ്ഞ ഉദ്ദേശം കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നുമില്ലെന്നേ. കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്നവർക്ക് തന്നെയാണ്. അവർക്ക് ആകെ ലക്ഷ്യത്തിൽ ഒരു MLA ആകുക, കഴിയുമെങ്കിൽ മന്ത്രിയാകുക, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിയാകുക. ഇത് കവിഞ്ഞ് ഒരു ലക്ഷ്യമില്ല. ഒരു ജാതി സ്നേഹമില്ല, ഒന്നുമില്ല. വെറും പറച്ചിലവാദം ജാതി സ്നേഹമുണ്ട്. ഒരു ജാതി സ്നേഹമില്ല, അവരുടെ കാര്യം മാത്രം. പക്ഷെ ഞങ്ങൾക്കതല്ല. ഞങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കുകയാണ്, ജസ്റ്റിസിന് വേണ്ടി. നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാ വിഭാഗം നീതി കിട്ടിയാൽ നീതിയാവുള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ കൂടി ഇപ്പോൾ ഈ പറഞ്ഞത്. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പേര് നമ്മൾ പറയില്ലായിരുന്നു. മുസ്ലിങ്ങളുടെ കൂടി പറയുന്നത്, ഞാൻ ബേസിക്കലി മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം കൂടി പറയുമ്പോൾ തോന്നും ജാതീയത കാണിക്കൽ, അവന് വർഗ്ഗസ്നേഹം കാണിക്കുക. അതല്ല, സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തോന്നി എല്ലാവർക്കും നീതി ലഭിക്കണം. ഈഴവനും വേണം, നായർക്കും വേണം, പട്ടർക്കും വേണം, എല്ലാവർക്കും വേണം. എന്താണ് അയ്യര് മന്ത്രിയാകട്ടെ നമ്മൾ പറയുന്നത്? ഒരു സ്വാമി അല്ലെങ്കിൽ പട്ടർ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഒരാൾ മന്ത്രിയാകട്ടെ, എന്താ കുഴപ്പം? അവർക്ക് യോഗ്യത വിദ്യാഭ്യാസമുള്ളല്ലേ, അത് പറ്റിയ ആളാണ്. അപ്പം അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും നീതി ലഭിക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ഈ 9% നായർ വിഭാഗത്തിൽ 50% കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPക്ക് പോയി. ഇപ്പോൾ അസംബ്ലി ഇലക്ഷനിൽ 7% പോകും. കാരണം ഇപ്പോൾ വെള്ളാപ്പള്ളി മാത്രമല്ല, ഈ മറ്റേ NSSൻ്റെ ആൾക്ക് ചായ പോന്നിട്ടുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് മാത്രം വേണമെന്ന് നിങ്ങൾ എവിടെ നിന്ന് പിന്നെ വോട്ട് കിട്ടും? അവിടെയാണ് പറയുന്നത് ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടാന്ന് പണ്ട് കാൻഷാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ മൊയ്തീൻ ഷൈബാണ്, കാൻഷാം എൻ്റെ ഗുരുവാണ്, അംബേദ്കറിൻ്റെ റോൾ മോഡലാണ്, പിന്നെ ഫിറോസ് ഗാന്ധിൻ്റെ റോൾ മോഡലാണ്. അവരൊന്നും അഴിമതിക്കാരോ കുഴപ്പക്കാരൊന്നുമില്ല, വളരെ സത്യസന്ധരും വിശാല മനസ്കുള്ളവരാണ്, ബുദ്ധി രാക്ഷസന്മാരായിരുന്നു. അപ്പോൾ കാൻഷാൻ പറഞ്ഞു ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടാന്ന്. അത് ഞങ്ങളുടെ വോട്ടുകളിൽ ഈ 40% വരുന്ന മുസ്ലിങ്ങൾ വോട്ട് കിട്ടിയാണ് ഇത്രയും കാലം ഈ പറഞ്ഞ ഈഴവനും നായരും മാപ്പിളയൊക്കെ ഇവിടെ ഭരിച്ചത്. ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഭരിച്ചോട്ടെ. പക്ഷേ നിങ്ങൾക്കത് വേണമെന്ന് ചിന്തിക്കാനുള്ള ബേസ് എന്താണ്? ഞാൻ സതീശനോട് ചോദിക്കുകയാണ്, സതീശൻ മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ബേസ് എന്താണ്? മുരളിക്ക് ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രിയാണ്. പിന്നെ KPCC പ്രസിഡന്റ് സുധാകരന് ഉണ്ടെങ്കിൽ ഇപ്പം മിണ്ടത്തില്ല, കാരണം പ്രായാധികമുണ്ടെന്നല്ലേ. മറ്റേ ശശി തരൂരിന് ഉറപ്പാണ്, KC ഉറപ്പാണ്, രമേശ് ചെന്നിത്തല അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ബേസ് നിങ്ങൾ പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളെന്നതിൽ അത് ജാതി മതത്തെ തിരിഞ്ഞു പോയില്ല. ഇപ്പോൾ പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില്ല, പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അവിടെ ജാതി മതമൊന്നും ഉണ്ടായില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ ഗൗരവത്തിലായിരുന്നു. അതും ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മുടെ സക്കീർ ഹുസൈൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രസിഡന്റ് ആയിരുന്ന ആൾ. പ്രസിഡന്റ് ആകുമ്പോയിട്ട് മുസ്ലിം ഭൂരിപക്ഷം മേഖല നിർത്താൻ സാധിച്ചു. അദ്ദേഹം അത് വേണ്ട, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആളാണ്, എനിക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയല്ല, ഹിന്ദു ഭൂരിപക്ഷ മേഖല നിർത്തി ജയിക്കൽ മാത്രം മതി തോന്നി. അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷ മേഖല നിർത്തി ജയിച്ചു എന്നേ. ഇന്ന് സാധിക്കില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറ്റില്ല, ജാതി മതം ഉപജാതി നോക്കാണ്. അങ്ങനെ ആക്കിയെടുത്തു, പ്രത്യേകിച്ച് സംഘപരിവാർ വന്നതിന് ശേഷം. അപ്പോൾ പിന്നെ നിങ്ങൾ അത് വേണമെന്ന് നിങ്ങൾ കുപ്പാൻ്റെക്ക് കാരണം എന്താ? ഔദാര്യം കൊണ്ട് കിട്ടിയാൽ, ഔദാര്യം കൊണ്ട് കിട്ടണം, അത് പറയണം. അങ്ങനെ തന്നെ പറയണം. നിങ്ങൾ ഇങ്ങനെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് മുഖ്യസ്ഥാനം തരുന്നത് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു നേതാവ് ഇന്ന് കേരളത്തിലുണ്ടോ? ഇന്ത്യയിലെ കാര്യം വിട്, കേരളത്തിലുണ്ടോ? ഇല്ല. ഞങ്ങൾ ഇതോടെ പറയുന്നത് നീതിയാണ്, നീതി വേണം. അതാണ് നീതി വേണം. അതിനുവേണ്ടി പറയുന്നത് എല്ലാവർക്കും തുല്യ നീതി വേണം. നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോ, കുഴപ്പമില്ല. പക്ഷെ അത് മറ്റുള്ളൊരു ഔദാര്യം അധികരിക്കണം, അല്ല അവകാശം കണക്കാക്കരുത്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം, കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സംഗതി അപകടമാണ്. പിന്നെ നമ്മുടെ അൻവറിനെ നിലക്ക് നിർത്തിയില്ല, അതും അപകടമാണ്. ബാക്കി കാര്യം ഇന്നലെ ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ മാത്രം അവിടെ ഗ്രൂപ്പ് വന്ന് പല പോരായി വന്ന് റിസർച്ച് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന അയാൾക്കാണ് അനുകൂലമായിട്ടാണ്. പക്ഷേ AICC ആരും അനുകൂലിക്കില്ല എന്ന് പറഞ്ഞത്. ജോയി ആൾക്കൂടെ ഒരു തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ പോലെ കളിയൊന്നും വേണ്ടെന്നേ. അതൊക്കെ മനസ്സിലിരുന്നാൽ മതി. മര്യാദക്ക് എല്ലാവർക്കും തുല്യ നീതിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരേ നന്ദി. ജയ് ഹിന്ദ്.